ഭഗവാൻ ഭൂതനാഥന്റെ ആജ്ഞാനുസരണം പന്തളം രാജാവ് പരിവാര സമേതം ശബരിമലയിലെത്തി ക്ഷേത്ര നിർമ്മാണം നടത്തി. ദേവശില്പിയായ വിശ്വകർമാവാണത്രേ ക്ഷേത്ര നിർമ്മിതിക്കുള്ള സ്ഥാനം സൂചിപ്പിച്ചത്. പരശുരാമന്റെ നിർദ്ദേശമനുസരിച്ച് ഭട്ടബന്ധം പൂകിയ ചിന്മുദ്രയോടുകൂടിയ ഭഗവാന്റെ വിഗ്രഹം ശബരിമലയിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ശബരിമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിന്റെ നിർമ്മിതിക്ക് ചരിത്ര പ്രാധാന്യം ഏറെയുണ്ട്. സകലരെയും അനുഗ്രഹിച്ചുകൊണ്ട് ശ്രീ ധർമ്മശാസ്താവ് വാണരുളുന്ന ശബരിമല ക്ഷേത്രം കാനന നടുവിലെ സൃഷ്ടി വൈഭവത്തിന്റെ മകുടോദാഹരണം കൂടിയാണ്. മണികണ്ഠൻ അയച്ച അസ്ത്രം തറച്ചു നിന്ന സ്ഥലത്ത് പന്തളം രാജാവ് ക്ഷുരിക സ്ഥാപിച്ച് അതിൻ്റെ മധ്യഭാഗത്തായി വിശ്വകർമാവ് സ്ഥാനങ്ങൾ സൂചിപ്പിച്ചു. അതനുസരിച്ച് അവിടെ ശിലാസ്ഥാപനം നടത്തി. ശ്രീ പരശുരാമൻ പ്രത്യക്ഷപ്പെട്ട് ഭൂതനാഥന്റെ വിഗ്രഹം കാണിച്ചു കൊടുത്തു. ഭട്ടബന്ധം പൂണ്ട് ചിന്മുദ്രയോടുകൂടി മുട്ടിൽ ഒരു കരം ചേർത്തു വേണം പ്രതിഷ്ഠിക്കാൻ എന്ന് പരശുരാമൻ അരുളി ചെയ്തു. ശബരിമലയിൽ അയ്യപ്പന് വേണ്ടി പൊന്നമ്പലം പണികഴിപ്പിച്ച പന്തളം രാജാവ് മാളികപ്പുറത്തമ്മ, കടുരവൻ തുടങ്ങിയ ഉപദൈവങ്ങൾക്ക് വേണ്ടിയും പ്രതിഷ്ഠ നടത്തി. ശബരിമലയിലെ പൂജകളുടെ രീതികൾ അന്നു മുതലേ വ്യവസ്ഥ ചെയ്യപ്പെട്ടു. വേദമന്ത്രഘോഷങ്ങളോടെ ശബരിമല ക്ഷേത്ര നിർമ്മാണ വേളയിൽ സുരഗണങ്ങൾ പുഷ്പവൃഷ്ടി നടത്തി. ഭൂതഗണങ്ങൾ മംഗളവാദ്യങ്ങൾ മുഴക്കി. മാളികപ്പുറത്തമ്മ, കടുരവൻ എന്നിവരെ ആചാര്യൻ പ്രതിഷ്ഠിച്ചു. ശബരിമലയിൽ 7 ദിവസം ഉത്സവം നടത്തണമെന്നും ചതുർവേദങ്ങൾ ചൊല്ലണമെന്നും ശ്രീ ഭൂതബലികൾ നടത്തണമെന്നും മാസപൂജയ്ക്ക് വേണ്ട ചട്ടങ്ങൾ പാലിക്കണമെന്നും പരശുരാമൻ പന്തള രാജാവിനെ അറിയിച്ചു. വേനലിൽ വറ്റാത്ത, വെയിലേറ്റു വാടാത്ത അനുഗ്രഹ സ്രോതസ്സായി ശബരിമലയിൽ അയ്യപ്പ ചൈതന്യം നിലകൊള്ളുന്നു. Presented by Chaikari, Kazhakkottam, near Infosys, Thiruvananthapuram. Chai, 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 chai,